നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വർഷത്തെ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ബ്രസീലിയൻ സൂപ്പർ താരമായ കാസമിറോയെ റയൽ മാഡ്രിഡിൽ നിന്നും സ്വന്തമാക്കിയത്. 70 മില്യൺ യൂറോയാണ് അദ്ദേഹത്തിന് വേണ്ടി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ചിലവഴിച്ചിരുന്നത്. കഴിഞ്ഞ സീസണിൽ മോശമല്ലാത്ത രൂപത്തിൽ കാസമിറോ കളിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സീസണിൽ അങ്ങനെയല്ല. കാസമിറോക്ക് തന്റെ യഥാർത്ഥ മികവിലേക്ക് ഉയരാൻ കഴിഞ്ഞിട്ടില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം പരിക്കുകൾ തന്നെയാണ്. പരിക്ക് കാരണം വളരെ കുറഞ്ഞ മത്സരങ്ങൾ മാത്രമാണ് ഈ സീസണിൽ കാസമിറോക്ക് കളിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ മോശം പ്രകടനം അദ്ദേഹത്തിന് ഇപ്പോൾ മനം മടുപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരുന്ന ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ ക്ലബിനോട് വിട പറയാൻ കാസമിറോ ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. പ്രമുഖ സ്പാനിഷ് മാധ്യമമായ മാർക്കയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ ബ്രസീലിയൻ സൂപ്പർ താരം സൗദി അറേബ്യയിലേക്ക് എത്താനുള്ള സാധ്യതകൾ ഇപ്പോൾ വളരെയധികം കൂടുതലാണ്. സൗദിയിൽ നിന്നും ഓഫറുകൾ വന്നാൽ അത് പരിഗണിക്കാനാണ് അദ്ദേഹത്തിന്റെ തീരുമാനം. നിലവിൽ സൗദി ക്ലബ്ബുകൾ താരത്തിന് വേണ്ടി ഓഫറുകളുമായി സമീപിച്ചിട്ടില്ല. പക്ഷെ വരുന്ന ജനുവരിയിൽ താരത്തെ സമീപിച്ചേക്കും. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ക്ലബ്ബായ അൽ നസറിന് ഈ ഒരു ബ്രസീലിയൻ സൂപ്പർ താരത്തിൽ താല്പര്യമുണ്ട് എന്നുള്ള റൂമറുകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു. അതായത് വരുന്ന ജനുവരിയിൽ അദ്ദേഹത്തിന് ഓഫറുകൾക്കൊന്നും പഞ്ഞമുണ്ടാവില്ല. നിരവധി ബ്രസീലിയൻ സൂപ്പർ താരങ്ങൾ ഇപ്പോൾ സൗദി അറേബ്യയിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. നെയ്മറും ഫിർമിനോയും ഫാബിഞ്ഞോയും മാൽക്കോവും എല്ലാം ഇപ്പോൾ സൗദി അറേബ്യയുടെ താരങ്ങളാണ്. ആ ഒരു വഴി പിന്തുടരാൻ തന്നെയാണ് ഇപ്പോൾ കാസമിറോയും ആലോചിക്കുന്നത്. ദീർഘകാലം റയൽ മാഡ്രിഡിൽ തുടർന്ന ഈ ഒരു ബ്രസീലിയൻ സൂപ്പർ താരം അവർക്കൊപ്പം ഒരുപാട് കിരീട നേട്ടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട്. യൂറോപ്പിൽ ഇനി പ്രത്യേകിച്ചൊന്നും കാസമിറോക്ക് തെളിയിക്കാനില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം സൗദി അറേബ്യയെ വളരെ ഗൗരവപൂർവ്വം പരിഗണിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.